ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓഫ്ലൈൻ ക്ലാസ്സിൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻസ് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് S4ലുള്ളത് MAT 204 ആണ് കോഴ്സ് കോഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിവിലിനും മെക്കിനും ഈ ഒരു സെമ്മിൽ കോഴ്സ് കോഡ് വ്യത്യാസമുണ്ട്. MAT 202 ആണ്. EC ഇലക്ട്രിക്കൽ ബ്രാഞ്ചസിനാണ് MAT 204. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് അതേപോലെ ലാസ്റ്റ് 4ഉം 5ഉം ഈ ഒരുപോലെ ആയിരിക്കും. പക്ഷേ തേർഡ് മൊഡ്യൂൾ മാത്രമാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യം നമ്മളെ കോഴ്സ് കോഡാണ് MAT 204 തന്നെയല്ലേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതേപോലെ S1 S2 S3 എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാം അതിനേക്കാൾ ഈസി ആയിട്ടുള്ള ഒരു സെമ്മാണ് S4 എന്ന് പറയുന്നത്. പിന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ലാസ്റ്റ് 2 മൊഡ്യൂൾസാണ് നമുക്ക് സാധാരണ ഫോക്കസ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ്. ഓക്കെ, പിന്നെ ഇനി S4 മാത്സിൽ നമ്മൾ പറയുന്നത് 5 മൊഡ്യൂൾസിൽ ഫസ്റ്റ് 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റാൻഡം പ്രോസസ്സാണ്. ദെൻ ലാസ്റ്റ് 4, 5 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 മൊഡ്യൂൾസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അതിൽ നമ്മൾ സബ്ജക്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോബബിലിറ്റി, റാൻഡം പ്രോസസ്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് S5ൽ നിങ്ങളുടെ ഇലക്ട്രിക്കൽ സബ്ജക്ട്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് 2 മൊഡ്യൂൾസ് പ്രോബബിലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി എന്താണെന്നുള്ളതിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു എക്സ്പെരിമെൻ്റാണ് ഒരു കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളത് അല്ലേ. അത് ടോസിങ് എ കോയിൻ. ഓക്കെ, അപ്പം നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോയിന് ഒരു ഹെഡും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട്. ഓക്കെ, ബട്ട് കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താ വരിക എന്നറിയില്ല. ഹെഡാണോ അല്ലെങ്കിൽ ടെയിലാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെൻറ്റിനാണ് നമ്മളിത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ടോസിങ് എ കോയിൻ എന്ന് പറയുന്നത് പോലെ ഡൈയുടെ കേസ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ത്രോയിങ് എ ഡൈ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഡൈക്ക് നമുക്കറിയാം എന്താണ്, ഒരു 6 ഫേസസ് ഉണ്ട് അല്ലേ. അതായത് 1 മുതൽ 6 വരെയുള്ള ഫേസസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 6 ഫേസസിൽ ഏത് വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റില്ലേ. അതിന് മീൻ ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ടും ഒന്നിലധികം എന്ത് വരാം, ചിലപ്പോൾ റിസൾട്ട് വരാം. ആ റിസൾട്ടിനെയാണ് നമ്മളെന്ത് ഒരു പേര് വിളിക്കുന്നത്, ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്നിലധികം ഔട്ട്കംസ് വരിക, അതിനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ആയിട്ടുള്ള ഡീറ്റെയിൽസൊന്നും നമുക്കിവിടെ അതായത് അതെന്ത് എങ്ങനെയെന്നൊന്നും ചോദിക്കാറില്ല. ഞാനിവിടെ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ടൈപ്പ് എക്സ്പെരിമെൻ്റ് ആണുള്ളത്. ഒന്ന് ഡിറ്റർമിനറ്റിക് എക്സ്പെരിമെൻറ്റും മറ്റൊന്ന് റാൻഡം എക്സ്പെരിമെൻറ്റും. ഓക്കെ, അതിൽ ഡിറ്റർമിനറ്റിക് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നാളെ തിങ്കളാഴ്ച അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വെള്ളിയാഴ്ച തന്നെയാണ്, അതിലൊരു മാറ്റവും വരില്ല അല്ലേ. അങ്ങനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതൊരു ചാൻസസ് മാത്രമാണ് അല്ലേ. ഇപ്പം ഹെഡാണ് അല്ലെങ്കിൽ 6 ഫേസ് വരും അല്ലെങ്കിൽ 3rd ഫേസ് വരും എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചാൻസ് മാത്രമാണ് അവിടെ അല്ലേ. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സിന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ്, ഒരു എക്സ്പെരിമെൻ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും അല്ലേ. ആ റിസൾട്ടിന് നമ്മളിവിടെ പറയുന്ന പേരാണ് സാമ്പിൾ പോയിൻ്റ്. ഓക്കെ, ഈ വേർഡുകൾ നമ്മൾക്ക് ഫെമിലിയർ ആയിരിക്കണം. ഏത് ചോദിക്കില്ല, പക്ഷേ അതായത് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ വാക്കുകൾ കാണാൻ പറ്റും. ഓക്കെ, സാമ്പിൾ പോയിൻ്റ്, ഈ സാമ്പിൾ പോയിൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഔട്ട്കം എന്നല്ലേ. അതായത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അല്ലേ. ഇപ്പോൾ ഒരു കോയിൻ ടോസിങ് എ കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോസിങ് എ കോയിൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഒരു ഹെഡ് ഉണ്ട്, അതേപോലെ ടെയിലും ഉണ്ട് അല്ലേ. ഒരു കോയിൻ അല്ലേ, ഹെഡിനെ നമ്മൾ H എന്നും ടെയിലിനെ T എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ അതായത് ഈ കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് വരും, ടെയിൽ വരും. ഇതിനാണ് നമ്മൾ ഔട്ട്കംസ് എന്നും പറയുന്നത്, ഈ റിസൾട്ടിന്. ഓക്കെ,
ഇതിനെ ഇങ്ങനെ ഒരു സെറ്റാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമ്പിൾ സ്പേസ്. ഓക്കെ, ഇതിനെ അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്കത്തിനെ ഇതേപോലെ ഒരു സെറ്റാക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാമ്പിൾ സ്പേസിലുള്ള ഒരു എലമെൻ്റാണ്, അതായത് അതിലുള്ള ഒരാളാണ് ഈ എന്തെന്ന് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത്, അതേപോലെ ടി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാമ്പിൾ സ്പേസിനെ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അതായത് എസ് ഈക്വൽ ടു, എസ് മീൻസ് സാമ്പിൾ സ്പേസ്, സാമ്പിൾ സ്പേസ് ഈക്വൽ ടു സെറ്റ് എച്ച് ടി. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയും, അതായത് ഇതിനെ മൊത്തത്തിൽ ഈ എക്സിനെ നമ്മൾ എന്താ പറയുക, എക്സ് ബിലോങ്സ് ടു എസ് എന്ന് എഴുതാൻ പറ്റും. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു റാൻഡം വേരിയബിളാണ്. ഓക്കെ, എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന റിസൾട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് എക്സ് ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾ സ്പേസിലുള്ള ഒരു റിസൾട്ടാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് അപ്പം പറഞ്ഞിരിക്കുക ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഡിറ്റർമിനറ്റിക് എക്സ്പെരിമെൻറ്റും റാൻഡം എക്സ്പെരിമെൻറ്റും. ഓക്കെ, അതിൽ നമുക്ക് വേണ്ടത് ഈ റാൻഡം എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ഔട്ട്കം എന്ന് പറയും. ഈ ഔട്ട്കത്തിനെ ഇതേപോലെ ഒരു സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ സാമ്പിൾ സ്പേസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ സാമ്പിൾ സ്പേസിലൊരു എലമെൻ്റാണ് എക്സ് എന്ന് പറയുന്നത്, നമ്മളെന്തോ റാൻഡം വേരിയബിൾ എന്ന്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ റാൻഡം വേരിയബിൾസ് നേരിട്ടില്ലേ, ഇവിടെ നിന്നോട്ടാണ് നമ്മുടെ ടോപ്പിക്ക് തുടങ്ങുന്നത്, അതായത് നമ്മുടെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ റാൻഡം വേരിയബിളിനെ ഇതേപോലെ ഇങ്ങനെ രണ്ട് ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ്. ക്ലിയർ ആവുന്നില്ലെങ്കിലും അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളത് വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന്. ഓക്കെ, ഇതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് DRV എന്നാണ് എഴുതുന്നത്. ഓക്കെ, അടുത്തത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഇതിന് CRV എന്ന് എഴുതില്ല കേട്ടോ, DRV എന്നാണ്. അതായത് കോമൺലി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ DRV എന്ന് കാണാറുണ്ട്, അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നാണ്. പക്ഷേ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ CRV എന്നില്ല, ഓൺലി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ തന്നെയാണ് എഴുതാറുള്ളത്. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് നമ്മളെ 2 മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഇതാണ്, സെക്കൻഡ് മൊഡ്യൂൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. ഓക്കെ, അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കും, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലും പഠിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ഇത് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു എക്സ്പെരിമെൻ്റ് ആണ്, നമുക്കതിൻ്റെ ഔട്ട്കം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളല്ലേ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു എന്താണ് ഫൈനൈറ്റ് നമ്പറായിരിക്കും അതിൻ്റെ. അതിപ്പോൾ കോയിൻ ടോസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ഔട്ട്കം എപ്പോഴും എന്തായിരിക്കും, 2 ആയിരിക്കും അല്ലേ. അതേപോലെ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ക്ലാസ്സിലെ കുട്ടികൾ അല്ലേ, ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ ഇപ്പം 18 കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം പറയുകയാണ് S ഫോർ ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഇലക്ട്രിക്കൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ 18 കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ ഈ 18 കുട്ടികളിലെ ഒരു കുട്ടിയാണ് ഇപ്പം ഒരു അലൻ അല്ലേ, അലൻ എന്ന് പറഞ്ഞൊരു കുട്ടിയെ ക്ലാസ്സിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ക്ലാസ്സിലെ 18 കുട്ടികളിൽ ഒരു കുട്ടിയാണ് അലൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 18 എന്ന് പറയുന്നത് അവിടെ ഒരു ഫൈനൈറ്റ് നമ്പറാണ്. ഓക്കെ, അതേപോലെ പിന്നെ എന്താണ്, ഓക്കെ അത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവിടെ ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, ഫൈനൈറ്റ് നമ്പർ ഓർ ഒരു വേർഡും കൂടെ അവിടെ നമ്മൾ എഴുതും ഡിസ്ക്രീറ്റ്, കൗണ്ടബിളി ഇൻഫിനിറ്റ്. ഓക്കെ, കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ. ഈ 2 കാര്യമാണ്. അതായത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫൈനൈറ്റ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 18 കുട്ടികളുണ്ട്, 18 കുട്ടികൾ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ എന്നാണ്. ഓക്കെ,
അതായത് നമുക്കറിയാം അത് കൗണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ എന്താണ് അതൊരു ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് എണ്ണാൻ പറ്റാത്ത കാര്യമാണ്. ബട്ട് ഇവിടെ എന്താ കൗണ്ടബിളി ഇൻഫിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കൗണ്ടബിളി ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചാക്കിലെ അരി അല്ലേ, എന്താ പിന്നെ അതേപോലെ ആകാശത്തെ നക്ഷത്രങ്ങൾ. ഓക്കെ, ഇപ്പോൾ ചാക്കിലെ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ റിസ്ക് എടുത്ത് അല്ലെങ്കിൽ എന്താ പറയുക കുറേ ദിവസം ഇരുന്ന് നമ്മളത് എണ്ണിയേ തീരുക എന്നുള്ളൊരു വാശിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ റിസ്ക് എടുത്ത് നമുക്ക് എണ്ണി തീർക്കാം അല്ലേ. ഒരിക്കലും തീർക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തീർക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം നമുക്ക് എടുക്കാം, പക്ഷെ നമ്മൾ ആരെങ്കിലും അതിന് നിൽക്കാറുണ്ടോ? ഇല്ല അല്ലേ. നമ്മളൊരിക്കലും ഒരു ചാക്കിൽ അരി എണ്ണാൻ പോകാറില്ല, അതേപോലെ ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണാൻ പോകാറില്ല ഇല്ലേ. പക്ഷേ ഇതൊന്നും എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളല്ല. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്താ പറയുക കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഫൈനൈറ്റ് നമ്പറോ അതായത് നമ്മുടെ എക്സ്പെരിമെൻറ്റ് ഫൈനൈറ്റോ കൗണ്ടബിളി ഇൻഫിനിറ്റോ ആണെങ്കിൽ അങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് നമ്പറാണ്, നമുക്ക് എണ്ണാൻ കഴിയില്ല. അതുപോലെ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റില്ല, അതവിടെ ഇൻഫിനിറ്റ് തന്നെയാണ്. അങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിനാണ് നമ്മൾ എന്താ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഇതായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒറ്റ കാര്യം ചെന്ന് നോക്കിയാൽ മതി, ഫൈനൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അല്ലെങ്കിൽ സ്റ്റാർസ് ഇൻ എ സ്കൈ, ഓർ റൈസ് ഇൻ എ സാക്ക് അല്ലേ. അതൊക്കെ എന്ത് പറയുക നമുക്ക് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഒരു ക്ലാസ്സിൽ 10 അല്ലെങ്കിൽ 18, ഇപ്പോൾ ഞാൻ 18 എന്നുള്ളതൊന്ന് ചുരുക്കമാണ്, 10 കുട്ടികൾ. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റാൻഡം വേരിയബിളിനെ എക്സ് എന്നാണ് എടുത്തിട്ട് അല്ലേ. അപ്പോൾ 10 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക 1 2 3 4 5 6 7 8 9 10 അല്ലേ. ഇങ്ങനെ 10 കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഇപ്പം ഇവർക്ക് പല പേരുകളുണ്ടാവും, അശ്വിൻ, അലന്, ഈസാൻ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേരുകളുണ്ട്. എനിക്കപ്പോൾ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ പറയുകയാണ് ഈ 10 കുട്ടികളിൽ ഇപ്പോൾ രണ്ടാമത്തെ നമ്പറുള്ള കുട്ടി 2 എന്ന് പറഞ്ഞൊരു കുട്ടിയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇത് അശ്വിൻ എന്നാണ് ഈ കുട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ 10 കുട്ടികളിൽ അശ്വിനെ ഞാനിപ്പോൾ വിളിച്ചു, അശ്വിൻ ഇങ്ങോട്ട് വരൂ ഇതെടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിനെ ഞാൻ വിളിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യമല്ലേ ഞാൻ അശ്വിനെ വിളിക്കും, ഞാൻ വീണ്ടും അശ്വിനെ തന്നെ വിളിക്കണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ അശ്വിനെ വിളിക്കാനുള്ള മിനിമം ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ഒറ്റ പ്രാവശ്യമാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ നമുക്ക് എന്തുണ്ട് അതിന് ഞാൻ എഴുതുന്നത് ആ ചാൻസ് നമ്മൾ എഴുതുന്നതിനെയാണ് ഞാൻ എന്ത് പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ പറയുകയാണ് ഇപ്പോൾ ഒന്നാമത്തെ കുട്ടി അലൻ, ഞാൻ അലനെ വിളിക്കാനുള്ള ചാൻസ് എന്താണ് 1. അതായത് ഈ 10 കുട്ടികളിൽ ഒരു പ്രാവശ്യമാണ് ഞാൻ അലനെ വിളിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 1/10. അതായത് ഇവിടെ 10 ചാൻസസ് ഉണ്ട് അല്ലേ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് 10 ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ആളായിട്ടുള്ള അലനെ വിളിക്കാനുള്ള ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ അശ്വിനെ വിളിക്കാനുള്ള എന്താ ഇവിടെ 10 പേരുണ്ട് അല്ലേ. 10 പേരിൽ അശ്വിനെ വിളിക്കാനുള്ളത് ഒരു പ്രാവശ്യമാണ്, ഒറ്റ ചാൻസേ ഉള്ളൂ അശ്വിനെ വിളിക്കാനുള്ളത് അല്ലേ. അപ്പോൾ എഗെയിൻ അതെങ്ങനെ വരും 1/10. ഓക്കെ, ഇനി മൂന്നാമത്തത് ആതിര എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ആതിരേനെ വിളിക്കാനുള്ള ചാൻസ് എന്താണ് 10 കുട്ടികളുള്ളതിൽ ഒരു പ്രാവശ്യം. അടുത്ത ആളെ വിളിക്കാൻ എന്താണ് 10ൽ 1 അല്ലേ. അതായത് 1/10 1/10. ഓക്കെ, 1/10 1/10 1/10 1 അല്ലേ. ഇവർക്ക് എല്ലാവർക്കും എന്താണ് ഓരോരോ ചാൻസസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഞാൻ എഴുതിയ ഡീറ്റെയിൽസ് നോട്ട് PDF ആക്കി നിങ്ങൾക്ക് അയച്ചു തരും. നോട്ട് തന്നെ ഇതിപ്പോൾ ഞാൻ അല്ലാതെ നമുക്ക് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ, ഞാൻ ഒരു ക്ലാസ് ഒരു റാൻഡം വേരിയബിൾ സെലക്ട് ചെയ്ത റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 10 10 കുട്ടികളുള്ളൊരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കുക. അലൻ എന്ന് വിളിച്ചു. ഇപ്പോൾ 10 കുട്ടികളിൽ അലനെ വിളിക്കാനുള്ള ചാൻസ് 1. അതാണ് ഞാനിവിടെ 1/10 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അശ്വിനെ വിളിക്കാനുള്ള ചാൻസ്, അതും എഗെയിൻ എന്താണ്, 10 കുട്ടികളിൽ അശ്വിനെ വിളിക്കാനുള്ള ചാൻസ് 1. ദാറ്റ് ഈസ് 1/10. ഓക്കെ, ആ കേസസ് ആണ് ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയാം. P(x) എഴുതാനുള്ള ഒരു ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ആണ് favorable number of cases by total number of cases. ഓക്കെ, അതായത് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത്, ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അതായത് ഇവിടുത്തെ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 കുട്ടികളുണ്ട്. ഓക്കെ, അതിൽ അലൻ വരാനുള്ള, അതാണ് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ്, ഒന്നാമത്തെ കുട്ടി വരാനുള്ള ചാൻസ് അതാണ് 1, അതാണ് 1/10. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന് ഈ ഒരു റെപ്രസെൻറ്റേഷൻസിലെ ഈ റെപ്രസെൻറ്റേഷൻസിന് പറയുന്ന ഒരു പേരാണ് PMF. ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു റെപ്രസെൻറ്റേഷന് പറയുന്ന പേരാണ് PMF. PMFന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ. പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യമാണ് എന്ത്, PMF. ഓക്കെ, PMF മീൻസ് പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ. ഓക്കെ, അതായത് നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, ഇപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. അതൊരു എക്സ്പെരിമെൻറ്റ്, അതായത് കോയിൻ ടോസ് ചെയ്യുക അല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുക എന്നുള്ള അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റാണ്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന അതായത് ഔട്ട്കംസിനെ ഈ രീതിയിലുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻസ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയാലും ഇതിൻ്റെ ഡെഫിനിഷൻസ് അല്ല നമ്മളോട് ചോദിക്കുക, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഒരു 3 മാർക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം ഇതിൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് PMF ആവണമെങ്കിൽ 2 കണ്ടീഷൻസാണ് ട്രൂ ആവാനുള്ളത്. ഒന്ന്, അത് P(x) എന്തായിരിക്കണം, ഗ്രേറ്റർ ദെൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അതായത് P(x), പിന്നെ ചില ടെക്സ്റ്റ് ബുക്കിൽ P(x) എന്ന് പകരം എന്താവാം നമുക്ക്, അതായത് P(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഫങ്ഷനാണ്, അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ P(x) എന്ന് ഞാൻ എഴുതാം, ചിലപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ P(x)ന് പകരം F(x) ആയിരിക്കാം. ഓക്കെ, അപ്പോൾ P(x) ഓർ F(x). ഓക്കെ, F(x) ആണെങ്കിൽ എങ്ങനെ വരും, F(x) ഗ്രേറ്റർ ദെൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ മേലോട്ട് പോവില്ല എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വരാം, 0 ലെസ് ദെൻ ഓർ ഈക്വൽ ടു P(x) ലെസ് ദെൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെ ആയിരിക്കും എന്തുണ്ടാവും, എപ്പോഴും വാല്യൂ ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ കണ്ടീഷനാണ് (σ/x P(x) ഈക്വൽ ടു 1. ഓക്കെ, ഓർ ഇതിപ്പോൾ P(x)ന് പകരം ക്വസ്റ്റ്യൻ പേപ്പറിൽ F(x) ആണെങ്കിൽ എങ്ങനെ വരും, (σ/x F(x) ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ PMF നമ്മൾ എന്താണെന്ന് അറിയണം നമുക്ക്. അതായത് ഒരു PMF ആവണമെങ്കിൽ അതെന്തൊക്കെ കണ്ടീഷൻസ് ട്രൂ ആവണം എന്നുള്ളത്. ഓക്കെ, ആ 2 കണ്ടീഷൻസാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് P(x) F(x) എന്ന് വെച്ച് പഠിക്കേണ്ട, ഒന്നിക്കെങ്കിൽ P(x) പഠിക്കുക, അല്ലെങ്കിൽ F(x). ഓക്കെ, അപ്പോൾ നമുക്കറിഞ്ഞാൽ മതി, ക്വസ്റ്റ്യൻ പേപ്പറിൽ Pക്ക് പകരം F കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരേ കാര്യം തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, അപ്പോൾ P(x) ഗ്രേറ്റർ ദെൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ (σ/x P(x) ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ (σ/x P(x) ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഇപ്പോൾ ഇവിടെ ഞാൻ കുറേ P(x) എഴുതിയിട്ടില്ലേ, 10 പ്രാവശ്യം എഴുതിയിട്ടില്ലേ.
ഇവരെ 10 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കണം, എപ്പോഴും 1 ആയിരിക്കണം. ഓക്കെ, അങ്ങനെ 1 കിട്ടിയ കഴിഞ്ഞാൽ മാത്രമാണ് അത് നമ്മൾ എഴുതിയത് കറക്റ്റാണ്, നമ്മൾ എഴുതിയ ഔട്ട്കംസ് കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ആ 1 കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയും നമ്മളെടുത്ത ഔട്ട്കം തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഈ 2 കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻസിനെ നമ്മൾ എന്ത് പറയും, പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഞാൻ പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ചെയ്യാൻ പോണത്. ഓക്കെ.